നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് ഇലക്ട്രിക് ചാർജ്, റൈറ്റ്? ഇപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക് ചാർജിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവും അല്ലേ? എന്താണ് ഇലക്ട്രിക് ചാർജ്? ഇലക്ട്രിക് ചാർജ് ഈസ് എ characteristics, right, is developed on a matter due to which it can attract or it can apply force on other particles, correct? എന്നിട്ട് എന്താണ് ചാർജിന്റെ യൂണിറ്റ്? ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കുളംബ് ആണ് ചാർജിന്റെ യൂണിറ്റ്. പിന്നെ നമ്മൾ ഇലക്ട്രോണിന്റെ ചാർജിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഫണ്ടമെന്റൽ ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്, ശരിയല്ലേ? ഐ മീൻ എത്രയാണ് ആ മാഗ്നിറ്റ്യൂഡ്? എത്രയാണ് ആ ചാർജിന്റെ? 1.6 × 10⁻⁻19 കുളംബ് ആണ് യൂണിറ്റ്. ദെൻ പിന്നെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു, ശരിയല്ലേ? എന്നിട്ട് ഏതൊരു ബോഡിയുടെയും നെറ്റ് ചാർജ് എത്രയാണ്? 0 ആണ്. കാരണം ഏതൊരു ബോഡിയുടെ ഉള്ളിലും ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഉണ്ട്. അതുകൊണ്ട് അതിന്റെ നെറ്റ് ചാർജ് എന്താണ്? 0 ആണ്, കറക്റ്റ്? ദെൻ ബട്ട് ഒരു ബോഡിയുടെ ചാർജ്, ഇപ്പോൾ സപ്പോസ് ഈ പെന്നിന്റെ ചാർജ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ചാർജ് ഉണ്ട്, കാരണം അതിനകത്ത് പ്രോട്ടോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ബട്ട് നെറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഉള്ളതുകൊണ്ട് നെറ്റ് ചാർജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും, കറക്റ്റ്? സോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഞാൻ രണ്ട് ബോഡി എടുത്തു, അതായത് എ എന്ന് പറഞ്ഞ ഒരു ബോഡിയും ബി എന്ന് പറഞ്ഞ വേറൊരു ബോഡി. ഓക്കെ, ഇപ്പോ ഇനിഷ്യലി ഈ രണ്ട് ബോഡിയിലും എന്തില്ല? ചാർജ് ഇല്ല. ഐ മീൻ ചാർജ് ഇല്ല ഇൻ ദ സെൻസ് നെറ്റ് ചാർജ് എന്ന് പറയുന്നത്, ഈ ബോഡിയുടെയും നെറ്റ് ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? നെറ്റ് ചാർജ് ഈക്വൽ ടു 0 ആണ്, കറക്റ്റ്? നെറ്റ് ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. കാരണം ഇതിൽ ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഉണ്ട്, കറക്റ്റ്? സോ ഇപ്പോൾ സപ്പോസ് ഞാൻ ഇത് പരസ്പരം റബ്ബ് ചെയ്യുന്നു, ശരിയല്ല? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇത് നമ്മൾ പരസ്പരം എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ഒബ്ജക്റ്റിനെയും പരസ്പരം നമ്മൾ റബ്ബ് ചെയ്യുന്നു. റബ്ബ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രോൺസിന് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടും, ശരിയല്ല? അത് കാരണം ഇപ്പോൾ സപ്പോസ് എ എന്ന് പറഞ്ഞ ബോഡിയിൽ നിന്ന് ബിയിലോട്ട് എന്ത് ചെയ്യുന്നു? ഒരു 3 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എയിൽ നിന്നും ബിയിലോട്ട് എന്ത് ചെയ്യുന്നു? 3 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് കാരണം എക്ക് എന്ത് ചാർജ് കിട്ടും? 3 പോസിറ്റീവ് ചാർജ് കിട്ടും, ശരിയല്ലേ? അതേപോലെ തന്നെ ബിക്ക് എന്ത് കിട്ടും? 3 നെഗറ്റീവ് ചാർജും കിട്ടും, കറക്റ്റ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതായത് ഏത് ബോഡിയിൽ നിന്നാണോ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്, ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നത്, ആ ബോഡിക്ക് എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. ദെൻ ഏത് ബോഡിയിലാണോ ഇലക്ട്രോൺ വന്നു ചേരുന്നത്, ആ ബോഡിക്ക് എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ് ചാർജ് കിട്ടും. ഓൾസോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, എന്താണ്? ഡ്യൂറിങ് ചാർജിങ് സമയത്ത് ബോഡിയുടെ മാസിന് എന്ത് സംഭവിക്കുന്നുണ്ട്? ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, ശരിയല്ലേ? കാരണം ഒരു ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് അതിനകത്തുള്ള മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ആയ ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസിന്റെ ആകത്തുകയാണ്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ റബ്ബ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്, ശരിയല്ലേ? അതായത് ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലോട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നു. അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഈ ഫസ്റ്റ് എ എന്ന് പറഞ്ഞ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നത്? എയിൽ നിന്നും ബിയിലോട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആയി. അപ്പോൾ എയില് ഇലക്ട്രോണിന്റെ കുറവുണ്ടായി. എയിൽ ഇലക്ട്രോണിന്റെ കുറവുണ്ടായത് കൊണ്ടാണ് എ എന്ന് പറഞ്ഞ ബോഡിക്ക് എന്ത് ചാർജ് കിട്ടിയത്? പോസിറ്റീവ് ചാർജ് കിട്ടിയത്. സോ എയിൽ ഇലക്ട്രോണിന്റെ കുറവുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മാസ് സ്വാഭാവികമായിട്ടും കുറയും. ബിയിലാണെങ്കിലോ, ബിയില് ഇലക്ട്രോൺ വന്നു ചേർന്നു, ശരിയല്ലേ? കുറച്ചും കൂടി ഇലക്ട്രോൺസ് വന്നു ചേർന്നു. അതുകൊണ്ട് തന്നെ ബിയുടെ മാസ് എന്തായും സ്വാഭാവികമായിട്ട് കൂടാനും സാധ്യതയുണ്ട്, അല്ലെ? കൂടാനും സാധ്യതയുണ്ട്, കൂടുകയും ചെയ്യും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സംശയം എന്ന് പറയുന്നത്, രണ്ട് ബോഡീസ് പരസ്പരം റബ്ബ് ചെയ്യുക. എക്സാമ്പിൾ എടുക്കുക, ഒരു ഗ്ലാസ് റോഡ് എടുക്കുക, മാത്രമല്ല വേറൊരു സിൽക്ക് ക്ലോത്തും എടുക്കുക. ഇത് പരസ്പരം റബ്ബ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ അതിൽ ഏത് ബോഡിക്കായിരിക്കും പോസിറ്റീവ് ചാർജ് കിട്ടുക, ഏത് ബോഡിക്കായിരിക്കും നെഗറ്റീവ് ചാർജ് കിട്ടുക? നിങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്ലാസ്റ്റിക് റോഡ് എടുത്തു, ശരിയല്ല? ഞാൻ ഈ ക്ലോത്ത് എടുത്തു, റബ്ബ് ചെയ്തു, ശരിയല്ലേ? റബ്ബ് ചെയ്യുമ്പോൾ അവിടെ എന്തായാലും ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കും. അതായത് ഏത് ബോഡിയിൽ നിന്നാണ് ഇലക്ട്രോൺ പോകുന്നത് ആ ബോഡിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും, ഏതിലോട്ടാണോ വന്നു ചേരുന്നത് അതിന് നെഗറ്റീവ് ചാർജും കിട്ടും, കറക്റ്റ്? പക്ഷേ ഇതിൽ ഏത് ബോഡിക്കാണ് പോസിറ്റീവ് ചാർജ് കിട്ടുക, ഏത് ബോഡിക്കാണ് നെഗറ്റീവ് ചാർജ് കിട്ടുക, നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച് ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്ത ഒരു സയന്റിസ്റ്റ് ആയിരുന്നു ഫാരഡേ. ഓക്കെ, അദ്ദേഹം എന്നിട്ട് ഫാരഡേയുടെ കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു സീരീസ് ആണ് ഈ കാണുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസ് എന്ന് പറയും. എന്ത് പറയും? ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസ്. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറൊരു പേരും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഫാരഡേ സീരീസ്. എന്ത് വിളിക്കും? ഫാരഡേ സീരീസ് എന്നും വിളിക്കാം. ഓക്കെ,
അപ്പോൾ ഫാരഡേ ഇതിനെക്കുറിച്ച് എക്സ്പെരിമെന്റ് നടത്തി. അതായത് അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മെറ്റീരിയൽസ് ഇതൊക്കെയായിരുന്നു. അതായത് ഒന്ന് ഗ്ലാസ് റോഡ്, ഫ്ലാനൽ എന്ന് വെച്ചാൽ കമ്പിളി തുണി, വൂള്, സിൽക്ക്, ഹാർഡ് മെറ്റൽ, ഹാർഡ് റബ്ബർ, വാക്സ്, റെസിൻ മീൻസ് പ്ലാസ്റ്റിക്. ഓക്കെ, പ്ലാസ്റ്റിക്, ദെൻ സൾഫർ. അപ്പൊ ഇത്രയും മെറ്റീരിയൽസ് ആണ് അദ്ദേഹം കൺസിഡർ ചെയ്തത്. എന്നിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഇപ്പൊ സപ്പോസ് അദ്ദേഹം എടുത്തു ഒരു ഗ്ലാസ് റോഡും ഒരു സിൽക്ക് ക്ലോത്തും അദ്ദേഹം എടുത്തു. ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും എടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു തിയറിയാണ്, അദ്ദേഹം ആർബിട്രറി ആയിട്ട് എടുത്ത് ചൂസ് ചെയ്ത ഒരു കാര്യമാണിത്. ഗ്ലാസ് റോഡും സിൽക്കും എടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഗ്ലാസ് റോഡിൽ ഡെവലപ്പ് ചെയ്യുന്ന ചാർജസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞൊരു ആർബിട്രറി ആയിട്ട് അദ്ദേഹം പറഞ്ഞു. ഗ്ലാസ് റോഡിൽ ഡെവലപ്പ് ചെയ്യുന്ന ചാർജ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ സിൽക്ക് ക്ലോത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന ചാർജ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞൊരു ആർബിട്രറി ആയിട്ടുള്ള ഒരു തിയറി അദ്ദേഹം എന്ത് ചെയ്തു? പറഞ്ഞു. ഓക്കെ, അപ്പോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഗ്ലാസ് റോഡിനെ അട്രാക്ട് ചെയ്യുന്ന മെറ്റീരിയൽസിനെല്ലാം ചാർജ് നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലാസ് റോഡിനെ അട്രാക്ട് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതിന് അങ്ങനെ പറയാൻ കാരണം എന്താണ്? നമുക്കറിയാം യൂണിവേഴ്സ് എല്ലാം അനുസരിച്ച് പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ എന്ത് ചെയ്യുള്ളൂ? അട്രാക്ട് ചെയ്യുള്ളൂ. ശരിയല്ലേ? പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ അട്രാക്ട് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ ആൻഡ് ലൈക്ക് ചാർജസ് റിപ്പൽ. ഒരേപോലത്തെ ചാർജസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അതായത് പോസിറ്റീവ് റിപ്പൽ ചെയ്യും, നെഗറ്റീവ് റിപ്പൽ ചെയ്യും. ശരിയല്ലേ? സോ പോസിറ്റീവ് നെഗറ്റീവ് മാത്രമേ അട്രാക്ട് ചെയ്യുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞ തിയറി കറക്റ്റ് ആണ്. ശരിയല്ലേ? എന്താണ്? അതായത് ഗ്ലാസ് റോഡിനെ അട്രാക്ട് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണോ അതിന് ചാർജ് നെഗറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ സിൽക്ക് ക്ലോത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന ചാർജ് നെഗറ്റീവ് ആണ്. സോ അതിനെ അട്രാക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ശരിയല്ലേ? സോ അതേപോലെ ഗ്ലാസ് റോഡിനെ ഡെവലപ്പ് ചെയ്യുന്ന ചാർജ് പോസിറ്റീവ് ആണ്, അതിനെ അട്രാക്ട് ചെയ്യുന്ന മെറ്റീരിയൽസിന് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അത് റിപ്പൽ ചെയ്യുന്നതിന് പോസിറ്റീവ് തന്നെ ആയിരിക്കും. ശരിയല്ലേ? കാരണം ഒരേ സെയിം കൈൻഡ് ഓഫ് ചാർജസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ സീരീസ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതിൽ ഇത്രയും മെറ്റീരിയൽസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇപ്പൊ സപ്പോസ് ഞാൻ ഇവിടെ ഗ്ലാസ് റോഡും എന്തെടുക്കുന്നു? സിൽക്കും എടുക്കുന്നു. ശരിയല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞ തിയറി അനുസരിച്ച് ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ പരസ്പരം റബ്ബ് ചെയ്യുമ്പോൾ ഏത് മെറ്റീരിയൽ ആണോ ടോപ്പ് ഓർഡറിലുള്ളത് ഈ സീരീസിൽ, ഇതൊരു സീരീസ് ആണ്. അപ്പോൾ ഈ സീരീസ് അങ്ങനെ തന്നെ പഠിക്കണം നിങ്ങൾ, ഇല്ലേ? അതായത് ഗ്ലാസ് റോഡ്, ഫ്ലാനൽ, വൂള്, സിൽക്ക്, ഹാർഡ് മെറ്റൽ, ഹാർഡ് റബ്ബർ, വാക്സ്, റെസിൻ, സൾഫർ. ഓക്കെ, അപ്പോ ഈ ഏതെങ്കിലും രണ്ട് മെറ്റീരിയൽ ഈ ലിസ്റ്റിൽ നിന്ന് എടുക്കുമ്പോൾ അത് പരസ്പരം റബ്ബ് ചെയ്യുമ്പോൾ ഏത് മെറ്റീരിയൽ ആണോ ടോപ്പിൽ നിൽക്കുന്നത്, ഐ മീൻ ഈ ലിസ്റ്റിൽ അല്ലെങ്കിൽ ഈ സീരീസിൽ ടോപ്പിൽ നിൽക്കുന്ന മെറ്റീരിയൽ ഏതാണോ ആ മെറ്റീരിയലിന് ഓൾവേസ് എന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ എക്സാമ്പിളില് ഗ്ലാസ് റോഡിന് എന്ത് കിട്ടും? പോസിറ്റീവ് ചാർജും സിൽക്കിന് എന്ത് കിട്ടും? നെഗറ്റീവ് ചാർജും കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് അദ്ദേഹത്തിന്റെ ഫാരഡേയുടെ ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസ്. അങ്ങനെ വേറൊരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പൊ സപ്പോസ് ഞാൻ എടുക്കുന്നത് സിൽക്ക് എടുക്കുന്നു, റെസിൻ ഐ മീൻ പ്ലാസ്റ്റിക്കും എടുക്കുന്നു. ഇത് പരസ്പരം റബ്ബ് ചെയ്യുമ്പോൾ ഇവിടെ എന്തായിരിക്കും? സിൽക്കിന് എന്ത് ചാർജ് ആയിരിക്കും കിട്ടുന്നത്? റെസിൻ എന്ത് ചാർജ് ആയിരിക്കും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന് എന്ത് ചാർജ് ആയിരിക്കും കിട്ടുന്നത്? കാരണം ഈ ലിസ്റ്റിലെ ടോപ്പിൽ നിൽക്കുന്നത് സിൽക്കാണ്. ശരിയല്ലേ? അപ്പൊ അതിന് എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും. ശരിയല്ലേ? റെസിൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന് എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത എക്സ്പെരിമെന്റിലെ സിൽക്കിന്, അതായത് ഗ്ലാസ് റോഡും സിൽക്കും കൂടെ റബ്ബ് ചെയ്തപ്പോൾ അതില് സിൽക്കിന് നെഗറ്റീവ് ആണ് കിട്ടിയത്. രണ്ടാമത് ചെയ്ത എക്സ്പെരിമെന്റില് സിൽക്കിന് പോസിറ്റീവ്. അപ്പോൾ സിൽക്കിന് എപ്പോഴും പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ശരിയല്ലേ? പക്ഷേ ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് എപ്പോഴും പറയാം ഗ്ലാസ് റോഡിന് എപ്പോഴും ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. കാരണം അത് എപ്പോഴും ടോപ്പ് ഓഫ് ദി ഓർഡർ ആണ്. മാത്രമല്ല റെസിൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന് എപ്പോഴും എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ് ചാർജ് കിട്ടുള്ളൂ. അപ്പോൾ ഈ സീരീസിനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസ് എന്ന് പറയും. അപ്പൊ ഈ സീരീസ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ രണ്ട് മെറ്റീരിയൽസ് റബ്ബ് ചെയ്യുമ്പോൾ ഏത് മെറ്റീരിയലാണ് പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത്, ഏത് മെറ്റീരിയലാണ് നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. അപ്പോ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തത്, അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസിനെ കുറിച്ചാണ്. സോ നമുക്കിവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു മെറ്റീരിയൽ ഉണ്ട്, ഒരു മെറ്റൽ ആണെന്ന് വിചാരിക്കുക. ഇതിന് നെറ്റ് ചാർജ് 0 ആണ്, ബട്ട് ഇതിൽ ചാർജ് ഉണ്ട്. സോ എനിക്കിതിനെ ചാർജ് ചെയ്യണം, വേറൊരു ബോഡിയെ വെച്ച് എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതായത് ചാർജ് ഇല്ലാത്ത ഒരു ബോഡിയെ എനിക്ക് ചാർജ് ചെയ്യിക്കണമെങ്കിൽ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡ്സ് ആണ്.
ഒന്നെന്ന് പറയുന്നത് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ആൻഡ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പോൾ രണ്ട് മെത്തേഡാണ് ഞാൻ ചാർജ് ഇല്ലാത്ത ഒരു ബോഡിയെ ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കാം, ഇതിലെന്താണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്നാണ് നോക്കാം. ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സപ്പോസ് എൻ്റെ കയ്യിൽ ഒരു ബോഡി ഉണ്ട്, ദറ്റ് ഈസ് എ എന്ന് പറഞ്ഞൊരു ബോഡി. ഈ ബോഡിയുടെ നെറ്റ് ചാർജ് 0 ആണ്, ബട്ട് ഇതിൽ ചാർജ് ഉണ്ട്. അപ്പോൾ ഇതിനെ എനിക്ക് ചാർജ് ചെയ്യിക്കണം. ഇപ്പോൾ കറന്റ് ഇതിൽ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഉണ്ട്, അപ്പോൾ നെറ്റ് ചാർജ് 0 ആണ്. ഇതിനെ ചാർജ് ചെയ്യിക്കണമെങ്കിൽ ഞാൻ ചെയ്യുന്നത് ചാർജ് ഉള്ള വേറൊരു ബോഡിയെ ഇതുമായിട്ട് എന്ത് ചെയ്യും, കോണ്ടാക്റ്റിൽ കൊണ്ടുവരും. ഐ മീൻ കോണ്ടാക്ട് ചെയ്യിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ചാർജ് ഉള്ള വേറൊരു ബോഡിയാണ്. ഇപ്പോൾ സപ്പോസ് ബി എന്ന് പറഞ്ഞൊരു ബോഡി ചാർജ് ഉണ്ട്, ഇത് ബി എന്ന് പറഞ്ഞൊരു ബോഡിയാണ്, അതിന് 3 പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ ഞാൻ എയുമായിട്ട് എന്ത് ചെയ്യും, കോണ്ടാക്റ്റിൽ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ എളുപ്പമാണ്. ചാർജിങ് ബൈ കണ്ടക്ഷൻ, കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ കോണ്ടാക്ട്. ഓക്കെ, അപ്പോൾ എയും ബിയും പരസ്പരം എന്ത് ചെയ്യും, കോണ്ടാക്റ്റിൽ കൊണ്ടുവരും. അപ്പോൾ ഈ പരസ്പരം കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എയിൽ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും എയിലുള്ള നെഗറ്റീവ് ചാർജസ് തന്നെയായിരിക്കും. അപ്പോൾ അതായത് ഇവിടെയുള്ള ശരിയല്ലേ നെഗറ്റീവ് ചാർജസ്, ഇവിടെ പോസിറ്റീവ് ചാർജും ഉണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ട് എയിൽ, ശരിയല്ലേ. അപ്പോൾ ഇവിടെയുള്ള 3 നെഗറ്റീവ് ചാർജസ് ഈ 3 പോസിറ്റീവ് ചാർജും കൂടെ ആയി എന്താവും, ന്യൂട്രലൈസ് ആവും. പറഞ്ഞ മനസ്സിലാക്കണം. ഓക്കെ, അതായത് എയിലുള്ള 3 നെഗറ്റീവ് ചാർജസ് ബിയിലുള്ള 3 പോസിറ്റീവ് ചാർജും കൂടെ ചേർന്ന് എന്താവും, ന്യൂട്രലൈസ് ആവും. അപ്പോൾ ബാക്കി എയിൽ എന്താണ് ലെഫ്റ്റ് ആയിട്ട് നിൽക്കുന്നത്, ദാറ്റ് ഈസ് എയിൽ ലെഫ്റ്റ് ആയിട്ട് നിൽക്കുന്നത് 3 പോസിറ്റീവ് ചാർജാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന മെറ്റീരിയലായ ബിയിൽ എന്തുണ്ട്, ബിയിൽ എന്തെങ്കിലും ചാർജ് ഉണ്ടോ? ബിയിൽ ചാർജ് ഇല്ല. ഐ മീൻ ബിയുടെ ചാർജ് അവിടെ എന്തായി, നഷ്ടമായി. ശരിയല്ലേ. അപ്പോൾ ഈ മെത്തേഡ് നല്ലതാണോ? കാരണം നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച മെറ്റീരിയലാണ് ബി അല്ലേ, അതിന്റെ ചാർജ് നഷ്ടപ്പെട്ടു. അത് കാരണം നമുക്ക് ആ ബോഡി വെച്ച് വേറെ മെറ്റീരിയൽസിനെ ചാർജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്കിപ്പോ, അതായത് നമ്മൾ ചാർജ് ചെയ്യാൻ കൊണ്ടുവന്ന മെറ്റീരിയലിന്റെ ചാർജ് എന്തായിരുന്നു, അതായത് ബിയുടെ ചാർജ് പോസിറ്റീവ് ആയിരുന്നു. അതേ ചാർജാണ് എന്തിന് കിട്ടിയത്, എക്ക് കിട്ടിയത്. പക്ഷെ ബിയുടെ ചാർജ് എന്തായി, നഷ്ടമായി. അതുകൊണ്ട് ഈ മെത്തേഡ് അത്ര എന്തല്ല, അഭികാമ്യമല്ല. ഓക്കെ, സോ നമ്മൾ അതുകൊണ്ട് അടുത്ത് പഠിക്കുന്ന മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പൊ അതൊന്ന് പെട്ടെന്ന് നോക്കാം. സോ അപ്പൊ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബോഡീസ് പരസ്പരം എന്തുണ്ട്, പരസ്പരം കോണ്ടാക്റ്റിലാണ്. അപ്പൊ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ കയ്യിൽ ഒരു മെറ്റൽ സ്പിയർ ഉണ്ട്. ആ മെറ്റൽ സ്പിയറിനെ വെച്ചേക്കുകയാണ്. പക്ഷേ ശ്രദ്ധിക്കുക, മെറ്റൽ സ്പിയറിന്റെ ഈ ഭാഗമാണ് മെറ്റൽ, ഇത് ഇൻസുലേറ്റർ ആണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, മെറ്റലിലുള്ള ചാർജസ് എല്ലാം നേരെ എർത്തിലോട്ട് വരും. എർത്തിന്റെ പ്രോപ്പർട്ടി എന്താണ്, എർത്തിലോട്ട് വരുന്ന എല്ലാ ചാർജസിനെയും അത് എന്ത് ചെയ്യും, ഐ മീൻ അക്യുമുലേറ്റ് ചെയ്യും. ശരിയല്ലേ. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലെ വയറിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, എർത്തിങ് ചെയ്യുന്നത് അല്ലേ. അതായത് നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിൽ വരുന്ന കൂടുതൽ ചാർജസ് ഉണ്ടെങ്കിൽ അത് നേരെ ആ എർത്ത് ലൈൻ വഴി നേരെ എന്ത് ചെയ്യും, എർത്തിലോട്ട് പോകും. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് എല്ലാം എന്താകും, സേഫ്റ്റി മെഷർ ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ശരിയല്ല. അപ്പോൾ അത് എർത്തിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അത് എല്ലാ ചാർജിനെയും അതിന്റെ ഇതിലോട്ട് എന്ത് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇവിടെ ഞാനൊരു മെറ്റൽ സ്പിയർ എടുത്തു, അതൊരു ഇൻസുലേറ്റഡ് സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത്. സോ എന്നിട്ട് സപ്പോസ് ഇതിനെ ഞാൻ എ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. വേറൊരു ബോഡി, ചാർജ് ഉള്ള വേറൊരു ബോഡി, അതായത് ബി എ ഞാൻ ഇതിന്റെ തൊട്ടടുത്ത് കൊണ്ടുവന്നു. അതിന്റെ ചാർജ് 3 പോസിറ്റീവ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ ചെയ്തത്, അതായത് ചാർജിങ് ബൈ കണ്ടക്ഷനിൽ ചെയ്തത്, എയും ബിയും പരസ്പരം കോണ്ടാക്റ്റിൽ വെച്ചു. ശരിയല്ലേ. അപ്പൊ എന്ത് സംഭവിച്ചു, എക്ക് ചാർജ് കിട്ടി, ബിക്ക് ചാർജ് നഷ്ടപ്പെട്ടു. പക്ഷെ ഈ മെത്തേഡ് ശ്രദ്ധിക്കേണ്ടത്, ചാർജിങ് ബൈ ഇൻഡക്ഷനിൽ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എയും ബിയും പരസ്പരം എന്തില്ല, കോണ്ടാക്റ്റ് ഇല്ല. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്, എ ബിയുടെ അടുത്തോട്ടാണ് കൊണ്ടുവരുന്നത്. ശരിയല്ല. അപ്പൊ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ട് നമുക്കറിയാം എയില് ഐ മീൻ പോസിറ്റീവ് ചാർജും ഉണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പൊ ഈ പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യുന്ന കാര്യം എന്താണ്, അതായത് നെഗറ്റീവ് ചാർജസ് ആണ്. അതായത് എയിലുള്ള നെഗറ്റീവ് ചാർജസ് ഈ സൈഡിലോട്ടും എയിലുള്ള പോസിറ്റീവ് ചാർജസ് ഈ സൈഡിലോട്ടും വരും. ശരിയല്ലേ. ഇത് സ്വാഭാവികമായിട്ടുള്ളതാണ്. കാരണം പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യുന്നത് എന്താണ്, നെഗറ്റീവ് ചാർജസ് ആണ്. അതേപോലെ പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യുന്നത് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ സൈഡിലോട്ട് വരും. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യും,
ഈ മെറ്റൽ സ്പിയറിനെ ഞാൻ എന്ത് ചെയ്യും? ഗ്രൗണ്ടുമായിട്ട് എർത്ത് ചെയ്യും. ഓക്കെ, എർത്ത് ചെയ്യും. ഇതിനെ ഇവിടെ തന്നെ കീപ്പ് ചെയ്യും. ബി എന്ന് പറഞ്ഞ മെറ്റീരിയലിനെ അവിടെ തന്നെ കീപ്പ് ചെയ്യും. എ ഞാൻ എന്ത് ചെയ്യും? എർത്ത് ചെയ്യും. എർത്ത് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ് എല്ലാം നേരെ എർത്തിലോട്ട് വരും, ശരിയല്ലേ? പക്ഷേ ഇവിടെയുള്ള നെഗറ്റീവ് ചാർജസ് എർത്തിലോട്ട് വരുമോ? ഒരിക്കലുമില്ല. കാരണം ഈ നെഗറ്റീവ് ചാർജസ് ഇവിടെയുള്ള പോസിറ്റീവ് ചാർജുമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? അട്രാക്ട് ചെയ്തിരിക്കുകയാണ്, ശരിയല്ലേ? സോ ഇവിടെയുള്ള നെഗറ്റീവ് ചാർജസ് അതേപോലെ തന്നെ നിലനിൽക്കും. അതേസമയം ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ് നേരെ എന്ത് ചെയ്യും? എർത്തിലോട്ട് വരും. കാരണം എർത്തിങ് നമ്മൾ അവിടെ കൊടുത്തു. സോ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ പറയുന്നത് എന്ത് ചെയ്തു? നമ്മൾ ചാർജിങ് ചെയ്ത കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ച ബി എന്ന് പറയുന്ന മെറ്റീരിയൽ നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിൽ ഈക്വൽ ആയിട്ട് ഈ ചാർജസ് എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ആവും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ബിയുടെ ചാർജ് ഇവിടെ നഷ്ടമായോ? ഇല്ല. പക്ഷേ എക്ക് ചാർജ് കിട്ടിയില്ലേ? കിട്ടി. എന്ത് ചാർജാണ് കിട്ടിയേ? ഓപ്പോസിറ്റ് ചാർജാണ് കിട്ടിയത്, അല്ലേ? ബിക്ക് പോസിറ്റീവ് വേണ്ടി എക്ക് നെഗറ്റീവ് കിട്ടി. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ നെഗറ്റീവ് ചാർജാണ് വേണ്ടതെങ്കിൽ പോസിറ്റീവ് ചാർജ് കൊണ്ടുവരിക. പോസിറ്റീവ് ചാർജ് ആണ് വേണ്ടെങ്കിൽ ചാർജ് ചെയ്യേണ്ട മെറ്റീരിയൽ എന്ത് ചെയ്യുക? നെഗറ്റീവ്. പക്ഷേ ഈ മെത്തേഡ് മോർ പ്രിഫറബിൾ ആണ്. എന്തുകൊണ്ടാണ്? കാരണം കൂടുതൽ അഭികാമ്യമാണ്. കാരണം എന്താണ്? ഈ മെത്തേഡിൽ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ബോഡിയുടെ ചാർജ് എന്ത് ചെയ്യുന്നില്ല? നഷ്ടമാവുന്നില്ല, ശരിയല്ലേ? അതേസമയം ആദ്യത്തെ മെത്തേഡിൽ ചാർജിങ് ബൈ കണ്ടക്ഷനിൽ ആ ബോഡിയുടെ ചാർജ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ബോഡിയുടെ ചാർജ് എന്തായി? നഷ്ടമായി, ശരിയല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ രണ്ട് മെത്തേഡാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ചാർജിങ് ബൈ കണ്ടക്ഷൻ ആൻഡ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ കണ്ടക്ഷനിൽ രണ്ട് ബോഡീസും പരസ്പരം കോണ്ടാക്റ്റിൽ വെക്കും. അപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ബോഡിയുടെ ചാർജ് നഷ്ടമാവും. പക്ഷേ ചാർജിങ് ബൈ ഇൻഡക്ഷനിൽ ഈ രണ്ട് ബോഡിയും പരസ്പരം എന്തില്ല? കോണ്ടാക്ട് ഇല്ല. പക്ഷേ രണ്ട് ബോഡിയും പരസ്പരം അടുത്താണ് വെക്കുന്നത്. സോ അവിടെ ഇൻഡ്യൂസ്ഡ് ചാർജസ് എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിന്റെ ബേസിക് പ്രോപ്പർട്ടി എന്താണ്? ഇതിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ടോപ്പിക്സിൽ പ്രീവിയസ് വീഡിയോസിലുണ്ട്. അതായത് രണ്ട് ബോഡീസ് ചാർജ് ചെയ്യുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എ എന്ന് പറഞ്ഞ ബോഡിയും ബി എന്ന് പറഞ്ഞ ബോഡിയും പരസ്പരം നമ്മൾ റബ്ബ് ചെയ്തപ്പോൾ ഇതിന് 3 പോസിറ്റീവ് ചാർജ് കിട്ടി, ഇതിന് 3 നെഗറ്റീവ് ചാർജും കിട്ടി, ശരിയല്ലേ? അതായത് ഇതിൽ നിന്നും 3 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോയപ്പോഴാണ് ഇതെന്ത് ചെയ്തത്? സംഭവിച്ചത്. ഇതിന് ചാർജ് കിട്ടിയത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിന്ന് 3 ഇലക്ട്രോൺ പോയി, അപ്പോൾ 3 പോസിറ്റീവ് ചാർജ് കിട്ടി. ഇവിടെ 3 ഇലക്ട്രോൺ വന്നിച്ചു, അതേ 3 ഇലക്ട്രോൺ ഇവിടെ വന്നു ചേർന്നു, അല്ലേ? അല്ലാതെ ഇടയ്ക്ക് വെച്ച് എന്തായി പോയില്ല? ലോസ് ആയി പോയില്ല. അതായത് ഇവിടെ നിന്ന് 3 ഇലക്ട്രോൺ വന്നു ഇടയ്ക്ക് വെച്ച്. പക്ഷേ ഇവിടെ ബിയിൽ എത്തിയത് എന്താണ്? എത്രയാണ്? 2 ഇലക്ട്രോൺ അല്ല, കറക്റ്റ് 3 ആയിട്ടുള്ള ഇലക്ട്രോൺ കിട്ടി. അതിനർത്ഥം ചാർജസ് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാൻ ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ബട്ട് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ. കറക്റ്റ്? ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച അത് ആ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് കൺസർവേഷൻ ഓഫ് ചാർജ്. എന്ത് പറയും നമ്മളതിന്? കൺസർവേഷൻ ഓഫ് ചാർജ്. നമുക്ക് അതിലോട്ട് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് കൺസിഡർ ചെയ്യുന്നത് ദാറ്റ് ഈസ് അഡിറ്റിവിറ്റി ഓഫ് ചാർജ് ആണ്. എന്താണ്? അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. സപ്പോസ് എൻ്റെ കയ്യിലൊരു ബോഡി ഉണ്ട്. ആ ബോഡിയിൽ ഉള്ള ചാർജസ് ഞാൻ ഇവിടെ എഴുതാം. +Q1 +Q2 +Q3 -Q4 -Q5 -Q6. ഇവിടെ നമ്മൾ നോർമലി ഒരു ചാർജിനെ ഡിനോട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ക്യാപിറ്റൽ Q അല്ലെങ്കിൽ സ്മോൾ q എന്ന് പറഞ്ഞ ലെറ്റേഴ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ചാർജസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈ ബോഡിയുടെ ടോട്ടൽ ചാർജ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ചാർജ് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. സ്കെയിലാർ മീൻസ് നമ്പേഴ്സ് ആണ്. സോ ഇവിടെയുള്ള നമ്പേഴ്സ് ഇവിടെയുള്ള ചാർജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിന്റെ ആൾജിബ്രൈക് സം എടുത്താൽ പോരെ? വെക്ടർ സം വല്ലതും പോകണോ? കാരണം ഇത് വെക്ടർ ക്വാണ്ടിറ്റി അല്ല, സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ആൾജിബ്രൈക് സം എടുക്കാം. നമ്മൾ സിംപ്ലി നമ്മൾ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. സോ ഇതിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? ദാറ്റ് ഈസ് +Q1 +Q2 +Q3 -Q4 -Q5 -Q6. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിവിടെ ഈ ചാർജസിനെല്ലാം ആഡ് ചെയ്തപ്പോൾ ഇവിടെ അതിന്റെ പ്രോപ്പർ സൈൻ കൊടുത്തു, ശരിയല്ല? അതായത് പോസിറ്റീവ് ചാർജിന് പ്ലസ് എന്ന് കൊടുത്തു, നെഗറ്റീവ് ചാർജ് നെഗറ്റീവ് സൈൻ കൊടുത്തു, ശരിയല്ല? അപ്പോ അഡിറ്റിവിറ്റി ഓഫ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ഓർ എ സിസ്റ്റം ഈസ് ദി ആൾജിബ്രൈക് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ്. അതായത് ഒരു ബോഡിയിലുള്ള അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്
അതിലുള്ള ഇൻഡിവിജ്വൽ ചാർജസ്, ഇവിടെയുള്ള ഇൻഡിവിജ്വൽ ചാർജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Q1, Q2, Q3, Q4, Q5, Q6 അതിൻ്റെയൊക്കെ എന്താണ് ആൾജിബ്രൈക് സം ആണ്. ഐ മീൻ നോർമൽ സം. നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. പക്ഷേ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ചാർജസിന്റെയും പ്രോപ്പർ സൈൻ കൊടുക്കണം. സൈൻ ഇൻ ദ സെൻസ് അത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എന്ന് കൊടുക്കണം, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എന്ന് കൊടുക്കുക. ശരിയല്ല? ഇപ്പൊ സപ്പോസ് ഞാൻ പറയാണ്, ഇപ്പൊ Q1ന്റെ ചാർജ് 1 കൂളം ആയിരുന്നു, Q2ൻ്റെത് 2 ആയിരുന്നു, Q3യുടെ 3 കൂളം ആയിരുന്നു. അപ്പൊ നമ്മൾ ആഡ് ചെയ്തു. ശരിയല്ലേ? ദെൻ Q4 4 ആയിരുന്നു, Q5 5 ആയിരുന്നു, Q6 6 ആയിരുന്നു. ഇത്രയും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഒരു വാല്യൂ. കറക്റ്റ് അല്ലേ? സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഡിറ്റിവിറ്റി. അപ്പൊ അഡിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചാർജിന്റെ പ്രോപ്പർട്ടിയാണ്. എന്ത് പ്രോപ്പർട്ടിയാണ്? ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. ഓക്കെ. അപ്പോൾ അടുത്ത പ്രോപ്പർട്ടി ഓഫ് ചാർജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കൺസർവേഷൻ ഓഫ് ചാർജ്. അല്ലേ? നമ്മൾ പറഞ്ഞതാണ്. അതായത് രണ്ട് ബോഡീസ് ഉണ്ട്, എ എന്ന് പറഞ്ഞ ബോഡിയും ബി എന്ന് പറഞ്ഞ ബോഡിയും. ഇത് പരസ്പരം റബ്ബ് ചെയ്തപ്പോൾ രണ്ടിനും എന്ത് കിട്ടി? ചാർജസ് കിട്ടി. ശരിയല്ലേ? അതായത് എയിൽ നിന്നും 3 ഇലക്ട്രോൺസ് ബിയിലോട്ട് പോയപ്പോഴാണ് എന്ത് കിട്ടിയത്? എക്ക് 3 പോസിറ്റീവ് ചാർജും ബിക്ക് 3 നെഗറ്റീവ് ചാർജും കിട്ടിയത്. അപ്പൊ ഇതിനർത്ഥം അതായത് ഇവിടെ നിന്ന് 3 ഇലക്ട്രോൺ പോയി, ഇവിടെ പക്ഷേ 1 ഇലക്ട്രോണേ കിട്ടിയുള്ളൂ. അങ്ങനെയാണോ? അല്ല. ഐ മീൻ charges can neither be created nor be destroyed, but can be transferred from one body to another. That means the total charge of a isolated system remains conserved. എപ്പോഴും അതൊരു കൺസേർവ്ഡ് ആയിരിക്കും. കറക്റ്റ്? അപ്പോൾ ചാർജസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നശിപ്പിക്കാൻ പറ്റില്ല. ശരിയല്ലേ? ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ചാർജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് കൺസർവേഷൻ ഓഫ് ചാർജ്. നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കോണ്ടൈസേഷൻ ഓഫ് ചാർജ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കോണ്ടൈസേഷൻ ഓഫ് ചാർജ്. അത് നമുക്ക് ഈ ഒരു ഇത് വെച്ച് തന്നെ നമുക്ക് പറയാം. കാരണം ഈ എ എന്ന് പറഞ്ഞ ബോഡിയുടെ ചാർജ് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, +3 ഇലക്ട്രോൺ ചാർജ്. കാരണം ഇതിൽ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട്? 3. ഒരു പോസിറ്റീവ് ചാർജിന്റെ ചാർജ് എത്ര? 1.6 × 10⁻⁻19. ഇല്ലേ? എന്തുകൊണ്ടാണ് ഞാൻ അത് അത്ര എടുത്തത്? കാരണം നമുക്കറിയാം നമ്മൾ ഇലക്ട്രോണിന്റെ ചാർജിനെയാണ് ഫണ്ടമെന്റൽ ചാർജ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 ഇതുണ്ട്, പ്ലസ് എന്ന് കൊടുക്കാൻ കാരണം ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട്. ഇവിടെ ആണെങ്കിലോ ഞാൻ -3e എന്ന് കൊടുക്കും. ശരിയല്ലേ? അതായത് 3 നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഒരെണ്ണത്തിന്റെ ചാർജ് ഇ ആണ്. ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ്? E is equal to 1.6 × 10⁻⁻19 കുളം ആണ്. കറക്റ്റ്? സോ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മൾ ഒരിക്കലും ചാർജസിനെ ഫ്രാക്ഷനിൽ പറയാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ബിയുടെ ചാർജ് ½ എന്ന് പറയാറില്ല, അര ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് ഒരിക്കലും പറയാറില്ല, 1.5 ഇലക്ട്രോണിന്റെ ചാർജ് പറയാറില്ല, 2.5 ഇലക്ട്രോണിന്റെ ചാർജ് പറയാറില്ല. നമ്മൾ എപ്പോഴും ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ മൾട്ടിപ്പിൾ ആയിട്ടേ പറയുള്ളൂ. എന്തിന്റെ മൾട്ടിപ്പിൾ? ഫണ്ടമെന്റൽ ചാർജിന്റെ മൾട്ടിപ്പിൾ. അതായത് നമ്മളിവിടെ ജനറൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ the charge of a body or a system is equal to, അതായത് ഇവിടെ ഇതിന്റെ കേസിലാണെങ്കിൽ 3 എണ്ണം ഉണ്ട്, വേറെ ഏതെങ്കിലും ഒരു ബോഡിയുടെ കേസിലാണെങ്കിൽ ഇപ്പോൾ 1000 ചാർജ് വരാം, അല്ലെങ്കിൽ 100 വരാം. ശരിയല്ലേ? അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് ഒരു നമ്പർ കൊടുക്കാം. അത് മേ ബി പോസിറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് +or- കൊടുത്തു. ഇപ്പൊ നമ്പേഴ്സ് ആണ്, ഇൻഡിജേഴ്സ് ആണ്. ശരിയല്ലേ? സോ നമ്മൾ എന്ത് കൊടുത്തു? n കൊടുത്തു. ആ n-നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ബേസിക് ചാർജ്. ബേസിക് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ്, ദാറ്റ് ഈസ് ne. ഇതാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ. ദാറ്റ് ഈസ് Q is equal to +or- ne, where n is, what is n? n integer ആണ് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ n is equal to 1, 2, 3 etc. എത്ര വരെ വേണമെങ്കിലും പോവാം. E എന്ന് പറഞ്ഞ ചാർജ് ഓഫ് ഇലക്ട്രോൺ, ഈ എത്രയാണ്? 1.6 × 10⁻⁻19 കുളം. ശരിയല്ലേ? So what is condensation of charge? Condensation of charge is defined as the total charge of a system, right, is equal to the integral multiple of fundamental charge. Integral. What is mean by integral? Integral എന്ന് വെച്ചാൽ എന്താണ്? Integral എന്ന് വെച്ച് കഴിഞ്ഞാൽ integer multiple. ശരിയല്ലേ? അപ്പോൾ the total charge of a system is an integral multiple of fundamental charge. Fundamental chargeന്റെ integral multiple ആയിരിക്കും, അല്ലാതെ ഒരിക്കലും ഫ്രാക്ഷൻ ആയിരിക്കില്ല. എന്നുവെച്ചാൽ എപ്പോഴും ഇൻഡിജർ, അതായത് ഒന്നുകിൽ 1e ആയിരിക്കും, 2e, 3e, 100e, 1000e അങ്ങനെ ആയിരിക്കും, അല്ലാതെ ഒരിക്കലും ഫ്രാക്ഷൻ വരത്തില്ല. 1.5, 2.5, 4.5, 5.5 അങ്ങനെ ഒരിക്കലും വരത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ്. അപ്പോൾ ഏതൊക്കെയാണ് ഇലക്ട്രിക് ചാർജിന്റെ ബേസിക് പ്രോപ്പർട്ടീസ്?
ഫസ്റ്റ് എന്ന് പറയുന്നത് അഡിറ്റിവിറ്റി ഓഫ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? അതിലുള്ള ഇൻഡിവിജ്വൽ ചാർജസിന്റെ എന്ത് എടുത്താൽ മതി? സം എടുത്താൽ മതി. സം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് ചെയ്യണം? നമ്മൾ പ്രോപ്പർ സൈൻ കൊടുക്കണം ചാർജസിന്റെ, ശരിയല്ലേ? രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു കൺസർവേഷൻ ഓഫ് ചാർജ്. ചാർജസ് ക്യാൻ either be created nor be destroyed but can be transferred from one body to another. That means the total charge of an isolated system remains conserved or constant. Third പറഞ്ഞത് condensation of charge. The total charge of a system is equal to the എന്താണ് integral multiples of fundamental charge. That is Q is equal to plus or minus n. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് find the number of electrons in 1 coulomb of charge. ഒരു കൂളംബിൽ എത്ര number of electrons ഉണ്ട്? So I will repeat, that is find the number of electrons in 1 coulomb of charge. അതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിച്ച് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്.